പൗരത്വ നിയമ ഭേദഗതി നിയമത്തിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് കൂടുതൽ ഇളവുമായി കേന്ദ്ര സർക്കാർ 2024 ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗക്കാർക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളില്ലാതെയും രാജ്യത്ത് തുടരാം എന്നാണ് തീരുമാനം. എന്താണ് CAA അഥവാ പൗരത്വ ഭേദഗതി? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിയമ ഭേദഗതി നടത്തിയത്. മതപരമായ പീഡനങ്ങളാൽ അഭയാർത്ഥികളാകുന്നവർക്കാണ് പൗരത്വം നൽകുക. 2016 ആദ്യ ബിൽ ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭ കടന്നില്ല. പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുന്നു. 2019 ഡിസംബർ 10 ഇത് ലോക്സഭ പാസാക്കുന്നു. 2019 ഡിസംബർ 11 രാജ്യസഭയിലും ബില്ല് പാസാകുന്നു. 2019 ഡിസംബർ 12 രാഷ്ട്രപതി അംഗീകാരം നൽകി. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു CAA. നിയമമായെങ്കിലും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ തന്നെ നീട്ടുകയാണ് അന്ന് ചെയ്തത്. മതം അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധം എന്നുള്ള വിമർശനമാണ് അന്ന് ഉയർന്നത്. ആരുടെയും പൗരത്വം എടുത്തു കളയാനില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം. മുസ്ലിം വിരുദ്ധമെന്നാരോപിച്ച് രാജ്യമാകെ ഒരു വലിയൊരു പ്രതിഷേധത്തിനും ഇത് വഴിവെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ സമയം നീട്ടി എന്നുള്ള കേന്ദ്ര തീരുമാനം വന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2024 അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻസ് എന്നിവർക്ക് പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ ഒന്നുമില്ലാതെ രാജ്യത്ത് താമസിക്കാൻ അനുമതി നൽകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അടുത്തിടെ പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 ചുവടുപിടിച്ചാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത്. പുതിയ ഉത്തരവ് പ്രകാരം 10 വർഷത്തെ ഇളവാണ് മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് അനുവദിച്ചത്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ പൗരനും ആകണമെങ്കിൽ 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയവർ ആകണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അതിലാണൊരു മാറ്റം വന്നിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനം വന്നതോടെ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ കുടിയേറി ഇന്ത്യയിലെത്തിയ വലിയൊരു ഹൈന്ദവ വിഭാഗത്തിന് അത് ആശ്വാസമാകും എന്ന് തന്നെ ഉറപ്പാണ്. പക്ഷേ അപ്പോഴും മുസ്ലിം വിഭാഗം പടിക്ക് പുറത്തു തന്നെയാണ്.